പ്രഭാതവന്ദനങ്ങൾ. സദൃശവാക്യങ്ങൾ 23:7 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. ഫോർ ആസ് ഹി തിങ്സ് ഇൻ ഹിസ് ഹാർട്ട് സോ ഹി ഈസ്. അതായത് മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചിന്തിക്കുന്ന അനുസരിച്ച് അറിയുവാൻ സാധിക്കും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 10:5 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: അവയിൽ ഞങ്ങൾ സകല സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയെന്ന്. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം, ആ ട്രൂത്ത്, എന്ത് ദൈവം പറയുന്നു എന്നുള്ള ട്രൂത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഫീലിങ്സോ നമ്മുടെ സർക്കംസ്റ്റാൻസസോ അല്ല നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കാണുവാനായിട്ട് സാധിക്കും. കൊളോസ്യർ 3:2 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന്. റോമൻസ് 12:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയുവാൻ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും ദൈവത്തിന് അനുകൂലമായി ചിന്തിക്കുമ്പോഴാണ്. നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന എല്ലാം ചിന്തിക്കാതെ, അതിനെല്ലാം നമ്മൾ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കാതെ കർത്താവിൻ്റെ സത്യത്തെയും വചനത്തെയും ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണുവാൻ തുടങ്ങും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും പിടിച്ചടക്കുവാനായിട്ട് ഉള്ള വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ സത്യം മാത്രം, ട്രൂത്ത്, ദൈവവചനം മാത്രം അത് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കാണുന്ന സാഹചര്യങ്ങളിലോ ഞങ്ങളുണ്ടാകുന്ന ഇമോഷണൽ ഫീലിങ്സോ ചിന്തിക്കാതെ അങ്ങേക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കുവാൻ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കുവാനുള്ള കൃപ അങ്ങ് തരുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.